എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവന് വിഷുവിൻ്റെ പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണം ഒന്ന് പൊട്ടി ഞാൻ പേടിച്ചു പോയി. അപ്പം സെക്കൻഡായിട്ട് എടുക്കുന്ന ഇൻട്രോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പം കുറച്ച് ശബ്ദങ്ങളൊക്കെ ചിലപ്പം കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പടക്കം പൊട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പേഴ്സണലി എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു നല്ല ഹെയർ ഓയിൽ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെയൊരു ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം എനിക്ക് ഏറ്റവും എന്താ പറയുക ഫേവറേറ്റ് എന്ന് പറയുന്ന ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടാണ്, അതായത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ കുട്ടിക്കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അതായത് ചുമ്മാ വീട്ടിൽ ഉള്ള വെളിച്ചെണ്ണ, ആ ഒരു വെളിച്ചെണ്ണ എടുക്കുക, തേക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചുമ്മാ വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തേക്കുക, കുളിക്കുക. അത് തന്നെയായിരുന്നു എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. എനിക്ക് എപ്പം മുതലാണോ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും വന്നു തുടങ്ങി ആ ഒരു കാലം തൊട്ടിട്ടാണ് ഞാൻ കാച്ചിയ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ആ ഒരു കാച്ചിയ എണ്ണയാണ് പിന്നെ ഞാൻ മുടി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കാച്ചിയ എണ്ണയിലൊന്നും എൻ്റെ മുടിയുടെ പ്രശ്നങ്ങൾ നിൽക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവർ പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ഹെയർ ഓയിലുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഹെയർ ഓയിലുകളും ഇനി അല്ലാതെ എനിക്ക് തോന്നിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിലുകളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ഒരു 4-5 എണ്ണ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ, ആ ഒരു ഹെയർ ഓയിലുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്ന ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുക വീട്ടിൽ അല്ലാണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് സീതാറാം നരസിംഹ ഓയിലാണ്. അപ്പോൾ ഇതെനിക്ക് ഡോക്ടർ തന്നതായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അത്യാവശ്യം എനിക്ക് നല്ലോണം റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. അത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റും അതുപോലെ തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകുന്ന പോലത്തെ ഒരു ഹെയർ ഓയിലാണ്. അത്യാവശ്യം നല്ലോണം എനിക്ക് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം വർക്കായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ കൂടിയാണ് ഈ ഒരു സീതാറാം നരസിംഹ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് ഹെയർ ഫോൾ കുറയ്ക്കും, അതുപോലെ തന്നെ അകാല നരയ്ക്ക് ബെറ്ററാണ്. പിന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റുകയും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ നീലഭൃംഗാദി ഹെയർ ഓയിലാണ്. അത് ഏറ്റവും പണ്ട് കാലത്തൊക്കെ, ഇപ്പോൾ എനിക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ കുറച്ച് കാലമൊക്കെ മുന്നേ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു പറയുന്ന ഒരു ഹെയർ ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലഭൃംഗാദി ഹെയർ ഓയിലാണ്. ഇപ്പം മാർക്കറ്റിൽ ഒത്തിരി പ്രോഡക്ട്സുകൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു ഹെയർ ഓയിലിനൊക്കെ ആ ഒരു പണ്ടത്തെ അത്ര ഡിമാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ അന്നത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും എനിക്കതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആദ്യമൊന്നും എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. എനിക്ക് ഈ ഒരു ഹെയർ ഓയിലും എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതും നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യും. നമ്മുടെ മുടിക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഭൃംഗരാജാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മുടെ ആ ഒരു മുടിയുടെ കളറിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും എക്സ്റ്റേണലി നമുക്ക് മുടിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ അവയൊക്കെ മാറ്റിക്കൊടുത്തുകൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, സ്കാൽപ്പിനെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഈ ഒരു നീലഭൃംഗാദി ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ
ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് കേട്ടോ. അതായത് ഹെയറോമാക്സിൻ്റെ ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയറോമാക്സിന് ഹെയർ ഓയിൽ കൂടാണ്ട് ഹെയറോമാക്സ് ടാബ്ലറ്റ്സും കൂടി ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇവ രണ്ടും കൂടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ടാബ്ലറ്റും ഇതിനോടൊപ്പം കഴിക്കാം, അവരുടെ എണ്ണയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എണ്ണ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു എണ്ണയുടെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഡാൻഡ്രഫ്, ആ ഒരു പ്രശ്നത്തെ നന്നായിട്ട് കൺട്രോൾ ആക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഹെയർ ഓയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊരു പക്ക നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അത്യാവശ്യം നല്ലോണം ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എന്താ പറയുക, അതിനകത്ത് എല്ലാം അത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെയാണ് ആഡപ്പ് ആയിട്ടുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഹെയറോമാക്സിൻ്റെ ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ അകാല നരയ്ക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും ഹെയർ ഗ്രോത്തിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ്. നെക്സ്റ്റ് ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ഇന്ദുലേഖ ബ്രിങ്ക ഓയിലാണ്. ഈ ഒരു ഇന്ദുലേഖ ഞാൻ യൂസ് ചെയ്യാൻ കാരണം എൻ്റെ ഹസ്ബൻഡാണ്. അന്ന് ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഇന്ദുലേഖ വാങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനും കുറേ കാലം മുന്നേ ആണ് ഞാൻ ഈ ഒരു ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഓയിൽ ഞാൻ വാങ്ങുന്നതും യൂസ് ചെയ്ത് നോക്കുന്നതും. എനിക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ഇന്ദുലേഖ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ എൻ്റെ മുടിയുടെ ആ ഒരു ഫുൾ ഇത് മാറി കേട്ടോ. അതായത് എൻ്റെ ഒരു 90% മുടി എൻ്റെ പോയി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ട്. ആ സമയത്ത് മാരേജ് കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, അത്രത്തോളം എനിക്ക് ആ ഒരു സമയത്ത് ഈ ഒരു ഹെയർ ഓയിൽ റിസൾട്ട് തന്നു എന്ന് പറയാം. ആ ഒരു പോയ മുടിയുടെ ആ ഒരു എത്ര പറയുക, ഒരു 50% കൂടുതൽ എനിക്ക് ആ ഒരു സമയത്ത് മുടി തിരിച്ചു കിട്ടിയെന്ന് പറയാം. വെറും ഒരു 1-2 months കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പം എൻ്റെ മുടി കൊഴിച്ചില്ല ഒരു 2-3 ദിവസം, അതായത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഫാള് കംപ്ലീറ്റ് മാറി എന്ന് പറയാം. അത്രത്തോളം എനിക്ക് റിസൾട്ട്, അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു സ്മെല്ല്, അതുപോലെ തന്നെ അതിനൊരു ഹെയർ കോമ്പുള്ളതുകൊണ്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ്. അത്രയ്ക്കും റിസൾട്ടുള്ള ഒരു ഹെയർ ഓയിൽ ആണ് ഈ ഒരു ഇന്ദുലേഖ ഹെയർ ഓയിൽ. എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയ്ക്കും റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം കുറേ കാലം ഞാൻ ഈ ഒരു ഇന്ദുലേഖ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വാങ്ങാൻ അത്രയ്ക്കും മെനക്കെട്ടിട്ടില്ല. പിന്നെ ഞാൻ വേറെ ഹെയർ ഓയിലൊക്കെയാണ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഓയിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഒരു മുടി, ആ ഒരു പോയ മുടീനെ അത്രത്തോളം തിരിച്ചു കൊണ്ടുവരാൻ ഈ ഒരു ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ കുറേ ഹെയർ പാക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൊട്ടീനും കാര്യങ്ങളും ഒക്കെ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഹെയർ ഓയിലും അതിലൊത്തിരി പങ്ക് വഹിച്ചു എന്ന് പറയാം. അത്രത്തോളം എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു ഇന്ദുലേഖയുടെ ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഏറ്റവും പേഴ്സണലി പറഞ്ഞിട്ടുള്ള ഹെയർ ഓയിലൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് ഞാൻ എടുത്ത് 2 എണ്ണം പറയുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇന്ദുലേഖ, സെക്കൻഡ് ഞാൻ പറയുന്നത് ഹെയറോമാക്സിൻ്റെ ഓയിലാണ് കേട്ടോ. അപ്പം ഈ ഒരു പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇവ രണ്ടുമാണ്. അതിൽ ഒരു പടി താഴെയായിരിക്കും മറ്റു 2 ഹെയർ ഓയിലുകൾ വരിക. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിലുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു നരസിംഹം ഹെയർ ഓയിലും അതുപോലെ തന്നെ കോട്ടക്കലിൻ്റെ നീലബൃങ്കാതി ഓയിലും നമ്മുടെ ഈ ഒരു ഹെയറോമാക്സിൻ്റെ ഓയിലും ഇന്ദുലേഖ ഓയിലും ഇവയൊക്കെ മുടി വളരാൻ നല്ലതാണ്. ഇനി ഓരോ ശരീരപ്രകൃതക്കാർക്കും അല്ലെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും വർക്ക് ആവുന്നത്. അത് നമ്മുടെ ഒരു ബോഡി ടൈപ്പിനും നമ്മുടെ ഇഷ്യൂസിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ഓരോ ഹെയർ ഓയിലുകളും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഓയിലുകളാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ
ഓയിലുകളാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു ശരീരപ്രകൃതി അതുപോലെ തന്നെ നമ്മുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇവയൊക്കെ നമുക്ക് ഏത് രീതിയിൽ വർക്കാവും എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു ഹെയർ ഓയിലുകളൊക്കെ വളരെ വളരെ നല്ല ഹെയർ ഓയിൽസാണ്. ഏറ്റവും നന്നായിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ മുടികളെ കിളിർത്ത് വരാനും ആ ഒരു ഹെയർ ലെങ്ത് വെക്കാനാണെങ്കിലും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നന്നായിട്ട് വർക്കാവുന്ന ഹെയർ ഓയിലുകളാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം, നമുക്ക് അകത്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടിട്ടാണ് ഈ ഒരു മുടിയുടെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ അവയൊന്നും ഈ ഒരു ഹെയർ ഓയിലുകൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമുക്ക് എക്സ്റ്റേണലി എന്ത് പ്രശ്നമുണ്ട്, പുറമേ നമ്മുടെ സ്കാൽപ്പിൽ എന്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് പുറമേ എന്തെങ്കിലുമൊക്കെ ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഹെയർ ഓയിലുകൾ നന്നായിട്ട് വർക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഈ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഈ ഒരു ചാനൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, മറ്റുള്ളവർക്കും കൂടി ഇത് യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കേട്ടോ.